നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെറുത്തു പോയ കല്യാണ പൂമാല വീണ്ടും കഴുത്തിലിടാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അത്തരം സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. മനസ്സാകെ മരവിച്ചു പോയി. പൊന്നു മക്കളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇക്കാര്യം പറഞ്ഞ് മേലിൽ നിങ്ങൾ എന്റെ അടുത്ത് വരരുത്. വല്യമ്മാവനും ദൈവമേ അല്ലാതെ മറ്റാരുമില്ല. ഇനി മുന്നോട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഒരുമിച്ചായിക്കൂടെ? അങ്ങനെ ആവുമ്പോഴാ ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും സന്തോഷമാവുക. എന്താ അമ്മൊന്നും മിണ്ടാ നിൽക്കുന്ന? ഞാൻ ഒരിക്കലും വിവാഹമോചിതയായവളാ. ഇനിയൊരു വിവാഹ ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല മക്കളെ. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒത്തിരി ത്യാഗം സഹിച്ചവളാ ഞങ്ങളുടെ ദേവമ്മ. കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റിയിട്ടുണ്ട്. കുറ്റബോധത്തോടെ നിൽക്കുക വല്യമ്മാവൻ. പണ്ട് തരാതെ പോയ സ്നേഹം വല്യമ്മാവൻ ഇനി തിരിച്ചു തരും. നിങ്ങൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാ മക്കളായ ഞങ്ങളുടെ ആഗ്രഹം. അമ്മ ഇതിന് സമ്മതിക്കണം. ദേവമ്മ ഇനി എതിര് പറയരുത്. ഈ പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ച ആൾക്കാരെന്നെ കളിയാക്കില്ലേ? പ്രായോ? എന്ത് പ്രായം? ഇതൊക്കെ ഒരു പ്രായമാണോ? അമ്മയ്ക്ക് എന്നായാലും കൂട്ടിനൊരാള് വേണ്ടേ? എനിക്കിപ്പോ കൂട്ടിന് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മതി. എന്താ അമ്മ ഈ പറയുന്നേ? എനിക്കിനി ജേട്ടനുമായി ഒരു വിവാഹ ജീവിതം സാധിക്കില്ല മക്കളെ. വെറുത്തു പോയ കല്യാണ പൂമാല വീണ്ടും കഴുത്തിലിടാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അത്തരം സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. മനസ്സാകെ മരവിച്ചു പോയി. പൊന്നു മക്കളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇക്കാര്യം പറഞ്ഞ് മേലിൽ നിങ്ങൾ എന്റെ അടുത്ത് വരരുത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആഹാ, ഇവിടെ ഭജന ഇരിക്കാൻ വന്നതാണോ? ആവശ്യത്തിനുള്ള ഭക്തിയൊക്കെ എനിക്കുണ്ട്. ഭക്തിഭ്രാന്തൊന്നുമില്ല. ഭജിക്കുന്നതേ ഭ്രാന്തല്ല. പക്ഷേ ചിലരൊക്കെ ഭജനം ഇരിക്കാറുണ്ട്, ജീവിതം വെറുത്തിട്ടെ. എന്നാ പിന്നെ പരമാത്മാവിൽ ലയിച്ചേക്കാം എന്ന മട്ടിൽ അമ്പലത്തിൽ സ്വയം നടക്കടിച്ചവർ. സാവിത്രിയും അങ്ങനെ ആയോന്നാ ഞാൻ ചോദിച്ചത്. എനിക്ക് ജീവിതം ഒന്നും വെറുക്കേണ്ട കാര്യമില്ല. എന്റെ ഭർത്താവ് മാധവ മന്ദിരത്തിൽ ശ്രീമാൻ രാമഭദ്രൻ നല്ല ആരോഗ്യത്തോടെ എന്നോടൊപ്പം ഉണ്ട്. നാത്തൂന്റെ ഭർത്താവ് ആ മണ്ടൻ മണികണ്ഠൻ നമ്പ്യാര് നാത്തൂനെ ആ റാസൽ കൈമേന്ന് അടിച്ചോടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഭജനം ഇരിക്കാം. ജീവിതം വെറുത്തു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. സാവിത്രി വേണ്ട. ഇന്ദ്രജേ, ദേ എന്നോടും വേണ്ട. അമ്പലത്തിൽ തൊഴാൻ വന്നാണെങ്കിലേ പോയി തൊഴാൻ നോക്ക്. ഞാനൊരു അമ്പലത്തിലും തൊഴാൻ നടക്കാറില്ല. ഓ ശരിയാണല്ലോ. സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവര് സാക്ഷാൽ ദൈവത്തെ തൊഴിലല്ലോ. അത് ഞാൻ മറന്നു. നമ്മൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ഞാനും വഴക്കനില്ല. പക്ഷേ എന്റെ നേരെ വന്ന ഞാൻ വെറുതെ വിടുകയില്ല. നമ്മൾ തമ്മിൽ വലിയ മിത്രങ്ങളായിരുന്നു. നാത്തൂൻ ബന്ധത്തിനപ്പുറം സാവിത്രി എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് സാവിത്രി ഇങ്ങനെ മാറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെയൊക്കെ അനുഭവങ്ങളല്ലേ ഇന്ദ്രജെ നമ്മളെ ഓരോരുത്തരെയും മാറ്റുന്നത്. ആ അതൊക്കെ പോട്ടെ. അതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോ അതോർത്ത് ദുഃഖിച്ചിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് ഇരു കൂട്ടർക്കും അന്യോന്യം ഉപദ്രവമില്ലാതെ ജീവിക്കാം. അത് തന്നെ സാവിത്രി എന്റെ ആഗ്രഹം.
അല്ല, ചെമ്പകമംഗലത്തെ ജയറാമനും നന്ദിനിയും വീണ്ടും വിവാഹം കഴിക്കാൻ പോവാന്ന് കേട്ടു. അല്ല, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും സാവിത്രി ആലോചിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് വേറെ ഒരു തൊഴിലും ഇല്ലെന്ന് ആലോചിച്ചത്. ചെമ്പകമംഗലം വീടിനകത്തും പുറത്തും ക്യാമറകൾ വെച്ചിട്ട് നിങ്ങൾ അത് നോക്കിക്കൊണ്ടിരിപ്പാണോ 24 മണിക്കൂറും? ഞാനേ ചെമ്പകമംഗലത്ത് ക്യാമറകളൊന്നും വെച്ചിട്ടില്ല. പക്ഷേ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴറിയും. ഓഹോ, എന്താ ഞങ്ങൾ ചെമ്പകമംഗലംകാരോട് നിങ്ങൾക്ക് ഇത്രയേറെ ഇഷ്ടം? ഇഷ്ടം സ്വാഭാവികമാണല്ലോ. എന്റെ അനുജത്തിയോട് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്യുകയും അവളെ ഇല്ലാതാക്കുകയും ചെയ്ത തറവാട്ടുകാരല്ലേ ചെമ്പകമംഗലംകാര്. ഓട് പൊളിച്ച് ചെമ്പകമംഗലത്തേക്ക് ചാടി വീണവളാ നിങ്ങളുടെ അനിയത്തി മാധുരി. വേലി ചാടുന്ന പശു കോലുകൊണ്ടേ ചാകും. അവള് പണ്ടേ ഒരു അരവട്ടായിരുന്നു. അരവട്ട് മുഴുവട്ടായപ്പോ അവൾ ആ ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി അവിടെ കിടന്ന് വടിയായി. അതിന് ഞങ്ങൾ ചെമ്പകമംഗലംകാരെന്ത് പഴിച്ചു? സാവിത്രി, വേണ്ട. ഒരു മണ്ടനാണെങ്കിലും എന്റെ ആങ്ങളെ രാമഭദ്രന്റെ ഭാര്യയെ നീ. ആ പരിഗണന ഞാൻ എന്നും നിനക്ക് തന്നിട്ടുണ്ട്. എന്റെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാലേ ഇത് അമ്പലമുറ്റാണെന്നൊന്നും ഞാൻ വിചാരിക്കല്ലേ. നീ അത് ഓർത്താ നല്ലത്. ആ ജയറാമിനെയും നന്ദിനിയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വല്യേട്ടനെ കെട്ടാൻ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടോ? സാവിത്രി, എടി, അവരുടെ കല്യാണത്തിന്റെ മീഡിയേറ്റർ ആവാനൊന്നും നിന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. എന്റെ അനുജത്തെ ഇല്ലാതാക്കിയവരെ നിന്റെ അനിയത്തിയെ പോലെ നിനക്കും വട്ട. വല്ല ഭ്രാന്താശുപത്രിയിൽ പോയി ചികിത്സിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവുമുള്ള തറവാടാ ചെമ്പകമംഗലം തറവാട്. അത് തകർക്കാനൊന്നും നീ നോക്കണ്ട. ഇനി ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാ ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. നിന്നെ തളയ്ക്കാനുള്ള ചങ്ങലയുമായി നിന്റെ ആങ്ങളയായ എന്റെ ഭർത്താവും ഇനി ഞാനും കൂടി അങ്ങോട്ടൊരു വരവ് വരും. മത്തക്കണ്ടത്തില് നോക്കൂത്തിയ പോലെ നിൽക്കാതെ വഴി മാറണി. അച്ഛനും അമ്മയും ഒന്നാവാനും അവരൊരുമിച്ച് ജീവിക്കാനും ഇനി എന്താ ഒരു വഴി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.